എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് സോറി. ഞാൻ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബ്യൂട്ടിഫുൾ കാർഡ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. സോപ്പ് സൊല്യൂഷനും ടർമറിക് സൊല്യൂഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പേപ്പറിനെ ഒന്ന് പകുതിയായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ വെട്ടിമുറിച്ചെടുത്തത് ഒരു ലവ് ഷേപ്പിലാണ് ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മുടെ ടർമറിക് സൊല്യൂഷൻ ഒഴിക്കാം. ഇത് ഒഴിക്കാനായിട്ട് നമ്മൾ ആദ്യം ടർമറിക് സൊല്യൂഷൻ ഉണ്ടാക്കണം. ഇതിൻ്റെ ടർമറിക് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ടർമറിക്കും വാട്ടറാണ് ആവശ്യം. അപ്പോൾ ആദ്യം ടർമറിക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നമുക്ക് തിക്നെസ്സോടെ ആയിക്കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഡാർക്ക് ആവും ഈ പേപ്പറിൽ. എനിക്ക് വേണ്ട ലൈറ്റ് മഞ്ഞായതുകൊണ്ട് ഇത്തിരി കൂടി ലൈറ്റ് സൊല്യൂഷൻ ആട്ടോ വയസ്സ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ ആക്കണത് നല്ലതായിരിക്കും ഗൈസ്, പേപ്പർ ആയതുകൊണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ഇടാം. കണ്ടോ ഗൈസ്, മഞ്ഞ അങ്ങനെ വരുന്നത്. ഇങ്ങനെ തന്നെ ഈ പേപ്പർ ഫുള്ള് ഇടാം. അപ്പോൾ ഗൈസ് ഞാനിത് ഫുള്ള് പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒപ്പി കൊടുക്കാം കേട്ടോ ഗൈസ്. ഈ ടിഷ്യൂ വെച്ച് ഒന്ന് ഒപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡ്രൈ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൽ ഒന്ന് ഒപ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ലൈറ്റ് മഞ്ഞയായിട്ട് ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കാം കേട്ടോ ഗൈസ്. ഡിസൈൻ വരയ്ക്കുമ്പോൾ ഇത് റെഡ് കളറായിട്ട് മാറും, അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ആയിട്ടൊക്കെ മാറും കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഈ ടർമറിക്ക് ഇത്തിരി ലൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ ലൈറ്റ് പിങ്ക് ആയിട്ട് മാറാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സോപ്പ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന പൊടിയില്ലേ, സോപ്പ് പൊടി, അതാണ് കേട്ടോ ഗൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സോപ്പ് പൊടി ഇത്തിരി ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ സോപ്പ് സൊല്യൂഷൻ റെഡിയാകും. ഇനി നമുക്ക് ഇതിൽ ഡിസൈൻ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്രയും തിക്കായിട്ടുള്ള ബ്രഷൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഡിസൈൻ വരയ്ക്കണമൊക്കെ ഒന്നുകൂടിയും കേടാവും. ഞാൻ എടുത്തിരിക്കുന്ന ഇത്രയും കുഞ്ഞത് 1 ആണ് കേട്ടോ, ഈ ബ്രഷ് 1 ആ ബ്രഷാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ കാർഡ് ഹാപ്പി ഓണമെന്നാണ് കേട്ടോ ഗൈസ് എഴുതാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ മുക്കിയിട്ട് എഴുതാം. കണ്ടോ ഗൈസ് കളർ മാറുന്നത്? അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഡിസൈനൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരയ്ക്കാം, എന്തെങ്കിലും എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.